ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എൻ്റെ സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസം കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ അപ്പോഴെടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാം. കുറച്ചൊക്കെ മാത്രമേ വോയിസ് കൊടുക്കുന്നുള്ളൂ, ബാക്കി എല്ലാം പാട്ടായിരിക്കും കേട്ടോ. നമ്മൾ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. 1-2 വർഷയും മിഹയും കൂടെ ചേർന്ന് പൊട്ടിച്ചേട്ടാ ആദ്യമേ. പിന്നെ നമ്മൾ അതായത് കല്യാണം കഴിഞ്ഞ് വർഷയ്ക്ക് കിട്ടിയതാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ കുറച്ചൊക്കെ അലക്സിന് കിട്ടിയതുണ്ടായിരുന്നു. പിന്നെ എന്തുവാണ് അപ്പോൾ നമ്മുടെ അവിടുത്തെ റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മറുവീട് വരുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാ റൂമിനകത്താട്ടാ ഫുൾ കൊണ്ടങ്ങിട്ടിരുന്നത്. അതിനപ്പോഴും തന്നെ നമ്മൾ സെൻസൈഡിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാട്ടാ പൊട്ടിക്കുന്നത്. അങ്ങനെ സെൻസൈഡിൽ നിന്ന് തന്നെ ഓരോന്ന് പൊക്കി എടുത്ത് താഴെയും മേലെയൊക്കെ വയ്ക്കുന്നുണ്ട്. സത്യം പറയാൻ നല്ല ക്വാളിറ്റി സാധനങ്ങളായിരുന്നു കേട്ടോ എല്ലാം. ഓരോന്ന് പൊട്ടിക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഒരേ മോഡലിൽ ഒരുപാട് സെറാമിക്കിൻ്റെ കുറേ ഒരേ ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പിന്നെ കുറേ പിക്ചേഴ്സ് അവിടെ ഫോട്ടോസുകൾ അങ്ങനെ കുടം അതാരെ കൊടുത്തതെന്ന് പറയുന്നുണ്ട് എല്ലാ വോയിസിൽ. ആ വീഡിയോയിൽ എല്ലാവരും കൂടെ കൂടെ സംസാരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ വോയിസ് മൊത്തം മ്യൂട്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ കൂടെ ചിത്തുകൂട്ടനും നല്ല രീതിയിൽ അലുമ്പായിരുന്നു. ഓരോ ഗിഫ്റ്റ് എടുക്കുമ്പോഴും ചിലർ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തന്നെ ഓരോരുത്തർ പറയുന്നുണ്ട്, അവർ തന്നാ ഇവർ തന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നല്ല ഗ്ലാസ്സും പാത്രമുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഇത് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ദോശ ഉണ്ടാക്കുന്ന തവ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, കാസ്ട്രോളിൻ്റെ. അങ്ങനെ ഇതിൽ ഈ നോക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ അടുക്കളത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അതുപോലെ സെൻസീഡ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തത് കുറേ കിട്ടി. പിന്നെ അടുത്ത് അതെടുക്കുന്നത് ഗ്രൈൻഡറാണെന്ന് തോന്നുന്നു കേട്ടോ. അതും ആരോ കൊടുത്തതാണെന്ന് വർഷം പറയുന്നുണ്ട്. അല്ലല്ല മിക്സി കേട്ടോ, മിക്സി ക്രോപ്ടൻ്റെ മിക്സിയാണ്. അത് നല്ല അകത്തൊന്നും നമ്മൾ പൊട്ടിച്ച് നോക്കിയില്ല, ഈ പുറമേ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ വർഷം പറയുന്നുണ്ട് അത് ആരോ കൊടുത്തതാണെന്ന്. അങ്ങനെ പിന്നെ അടുത്ത് അതും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. പിന്നെ ഒരു ഇഡ്ഡലി തട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ എന്തുവാണ് ഗ്രൈൻഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് വീണ്ടും എടുക്കുകയാണ് കേട്ടോ, സഹോദരനാണ് കേട്ടോ മുകളിൽ നിന്ന് എടുക്കുന്നത് ഓരോന്ന്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഫുൾ വന്ന ഉടനെ തന്നെ എല്ലാം മുകളിലോട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ. ഈ കൊണ്ടുവന്ന അന്ന് തൊട്ട് എന്ന് പൊട്ടിക്കും എന്ന് പറഞ്ഞ് കാത്തിരുന്നത് മിഹയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഓരോന്നൊക്കെ പൊട്ടിച്ച് തുടങ്ങി കേട്ടോ, വർഷയും മിഹക്കുട്ടിയും കൂടെ ചേർന്ന്. അപ്പോൾ ഓരോന്ന് പൊട്ടിക്കുമ്പോഴും അതിനകത്ത് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി. ചിലതൊക്കെ നമ്മൾ ഇതുപോലെ തുറന്ന് നോക്കുന്നുണ്ട്. ഇതാണ് ഒരു ഡിന്നർ സെറ്റൊക്കെ, 2-3 ഡിന്നർ സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ജ്യൂസിൻ്റെ ഗ്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അലക്സിൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു കേട്ടോ കൊടുത്തത്, ദുർഗാദാസ് എന്ന് പറഞ്ഞിട്ടൊരു ആൾ കൊടുത്തത്. അത് തന്നെ ഷർട്ടാണ് കേട്ടോ, കറക്റ്റ് അളവായിരുന്നേ. പിന്നെ ഇതുപോലത്തതൊക്കെ ഒരുപാട് ഒരേ പോലത്തത് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തതൊക്കെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളതും. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇത് വർഷയ്ക്ക് കിട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. വർഷയ്ക്ക് കിട്ടിയതാണ്. അവിടെ റിസപ്ഷന് ആരോ കൊടുത്തതെന്നാണ് കേട്ടോ പറഞ്ഞിട്ട്. ഈ ചുരിദാർ എനിക്ക് തന്നു കേട്ടോ അവൾ, കാരണം അവൾക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചെറിയൊരു സെറ്റ് കേട്ടോ, ഒരു ഡിന്നർ സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം. നല്ല ഇതുപോലത്തെ പാക്കറ്റ് തന്നെ ഒരു 3-4 കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് വേസ്റ്റെല്ലാം നമ്മൾ ചാക്കിലോട്ടാക്കി പൊട്ടിച്ച് അപ്പം വാരി വലിച്ചിടാതെ അപ്പം തന്നെ ഓരോന്നിങ്ങനെ മാറ്റിയിടുന്നുണ്ടായിരുന്നു. ഇത് നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ സാധനം. ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ചതിൻ്റെ വേറെ ടൈപ്പ് സെറ്റാട്ടോ ഇത്. അത് കഴിഞ്ഞ് അടുത്തത് എടുക്കുന്നുണ്ടേ. അടുത്തത് അതാകട്ടെ, ഇതൊക്കെ കുറേ ചുമരിലൊട്ടിക്കാൻ പറ്റിയ ഫ്രെയിമുകളാണ്. 2-3 അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നെടുക്കുമ്പോഴും ചിലതിലൊക്കെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് തമാശയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് അടുത്ത് സെല്ലോടാണ് കേട്ടോ ഒരു ഡിന്നർ സെറ്റ്. പിന്നെ ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാനും. ഇത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട്
പിന്നെ ചെറിയ ചായയുടെ കൊച്ചു സെറ്റാണ് കേട്ടോ അതും. പിന്നെ അത് കഴിഞ്ഞതാ ഇത് വർഷയ്ക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ചുരിദാറാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ, അവൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇടാറുണ്ട്. പിന്നെ ഇത് അടുത്തൊരു ബൗൾ സെറ്റാണ്. അത് അങ്ങനെ ഇതാ ഒരു സൈഡും പകുതിയാക്കി നമ്മൾ, ഇനി അടുത്ത സൈഡും കൂടെ ഉണ്ട്. പിന്നെ താഴെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാം പറക്കി ഇതാ താഴെ നിരനിരാന്ന് പറക്കി ഇടുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ പൊട്ടിക്കാൻ നമുക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അലക്സ ഒരു ദിവസം വന്ന് ചോദിക്കും നമുക്ക് പൊട്ടിക്കേണ്ടേ പോലും. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായ ക്ഷീണമായിരുന്നു. ഭയങ്കരമായെന്ന് പറഞ്ഞാൽ കൈ കാല് വേദന, തൊണ്ടയൊന്നും ശരിയായില്ല, അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളായിരുന്നു കേട്ടോ മൊത്തം. ബാക്കി ഇതാ വീണ്ടും നമ്മൾ അതിൽ നിന്ന് 2 സൈഡ് നിറച്ച് ഇറക്കി വെച്ചിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്ന് വീണ്ടും പൊട്ടിക്കുകയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കേട്ടോ നമ്മളെല്ലാം ഇളക്കിയെടുത്തത്. അങ്ങനെ അതൊരു കുക്കർ കിട്ടി. പിന്നെ നമുക്ക് ക്ലോക്ക് ഇങ്ങനെ, അതായത് ഫോട്ടോ ഫ്രെയിം പോലത്തെ ക്ലോക്ക് ഒരു 3 കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ ഇങ്ങനെ ഈ ജഗ് വന്നിട്ട് ഇങ്ങനെ സെറ്റായിട്ടുള്ള ഗ്ലാസ്സുകൾ അത് 2-3 കിട്ടി. അതിനിടയ്ക്ക് അച്ഛൻ വന്ന് എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അച്ഛൻ ഭയങ്കര ഫോമിലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചെറിയൊരു കാസറോൾ കിട്ടി. പിന്നെ ചെറിയ കാസറോൾ മാത്രമല്ല, ഒരു 3 സെറ്റിൻ്റെ കാസറോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതുപോലത്തെ ഗ്ലാസ് സെറ്റുകൾ. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. നമുക്ക് ഒന്നിനെയും പുറകിലോട്ട് നിർത്താൻ, അതായത് ഇത് കൊള്ളത്തില്ല ഇത് അങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അത് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു 2-3 പെട്ടി ഉണ്ടായിരുന്നേ. അതിലെല്ലാം ഒരു 10-12 സെറ്റിനകത്ത് വരുന്നൊരു ഗ്ലാസ്സുകളാണ് കേട്ടോ. അതെല്ലാം നല്ല സെറാമിക്കിൻ്റെ ക്വാളിറ്റിയുള്ള ഗ്ലാസ്സുകളായിരുന്നേ. അങ്ങനെ എല്ലാം പൊട്ടിച്ച് കുറച്ചുകൂടെ ഇനി ഉള്ളു കേട്ടോ. അതായത് ഇതുപോലത്തത് വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അടുത്തത് ഏതാണ്, അടുത്തതും അതുപോലത്തെ ഒരു ഗ്ലാസ് സെറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അപ്പച്ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു ഉരുളി പോലത്തെ അതിൽ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഭഗവാന്റെ പടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ജാക്സൻ്റെ റൈസ് കുക്കർ കേട്ടോ, അതുണ്ടായിരുന്നു. പിന്നെ ഇതെന്താണ്, ഇതൊരു മിറർ ലൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മാജിക് മിറർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലൊരു ഫോട്ടോ നമുക്ക് വയ്ക്കാം. പിന്നെ ലൈറ്റിൽ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട്. അത് ഇങ്ങനെ ഇതാവാൻ സെറ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അത് ഇങ്ങനെയാണ് കേട്ടോ അതിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മിറർ എഫക്റ്റ് ഇങ്ങനെ രാത്രിയാകുമ്പോൾ അങ്ങനെയും കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫോട്ടോ വെക്കാം അതിലോട്ട്. പിന്നെ ഇതാ കണ്ട ഈ സെയിം ഇതുപോലത്തെ തന്നെ ഞാൻ കുറേ ഒരു 10-12 അതുപോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ വേസ്റ്റ് കളയുന്നു എടുക്കുക. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാസറോൾ ജാക്സൻ്റെ തന്നെ ഒരു 3 വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ തീരെ ചെറുത്. പക്ഷെ നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അതുപോലെ വേറെ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലാക്കാണ് കേട്ടോ. അത് വരെ ഒരു സൈസ് വേറൊരു കളറോടെ ഉണ്ടായിരുന്നു ഇതുപോലത്തെ. അങ്ങനെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ. എനിക്ക് എത്ര പറഞ്ഞിട്ട് ഈ ക്വാളിറ്റി അങ്ങ് വിട്ട് മാറുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ മാറ്റി വെച്ചു അങ്ങോട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഇത് പൊട്ടിച്ചിട്ട് അത് ക്ലോക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനും. പിന്നെ ഒരു ടീ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഇതും. പിന്നെ ഒരു മൈലിൻ്റെ ക്ലോക്ക്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ അടുത്ത് പറഞ്ഞത് എന്തുവാണ് കാസ്ട്രോള്. അതും 2 സെറ്റാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് അതിനും. അതൊക്കെ നമ്മൾ എടുക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അതായത് വീട്ടിലത്തേക്ക് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പൊട്ടിക്കാനെടുത്ത് ഇഡ്ഡലി കുട്ടുമാണോ എന്നൊരു സംശയമുണ്ട്. ആ ഇഡ്ഡലി തട്ട് തന്നെ കേട്ടോ. ഇതാണ് കേട്ടോ ഇഡ്ഡലി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പക്ഷെ സത്യം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓരോന്ന് കാണാനായിട്ട്. അങ്ങനെ നമ്മളെല്ലാം പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ച് തളർന്ന് കേട്ടോ. ഒരു 2 മണിക്കൂറോളം നമ്മളിതിൻ്റെ പുറകെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറക്കിയല്ല ഇനി ആകാംക്ഷയോടെ എല്ലാം പൊട്ടിച്ച്. പക്ഷേ ഇതെല്ലാം നമ്മളിന്ന് തിരിച്ചെടുത്തു. ഇതാട്ടോ അവർക്ക് കിട്ടിയ ഫോട്ടോ ഫ്രെയിംസൊക്കെ. ഇതൊക്കെ ഫ്രണ്ട്സൊക്കെ കൊടുത്തതാണ്. നമ്മളെ കല്യാണ ഗിഫ്റ്റ് അൺബോക്സിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.